മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണൻ എല്ലാവരെയും വിളിച്ച് പ്രഖ്യാപനം നടത്താണ്. എൻ്റെ സ്വത്തുക്കളെല്ലാം ഇനി മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കുക. ഇത് കേട്ട് നമ്മുടെ ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ ഭയങ്കര ഷോക്കായി നിൽക്കുന്നുണ്ട്. അതേസമയം മഞ്ജുവിന് വലിയ കുഴപ്പമൊന്നുമില്ല. മഞ്ജു സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കണത്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അതേതായാലും നന്നായി കണ്ണേട്ടാ, ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കണത് എടുത്തിയല്ലേ, അതുകൊണ്ട് സ്വത്തൊക്കെ എടുത്തിയുടെ പേരിലായെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറയണു. ഈ സമയത്ത് ഇതൊക്കെ കേട്ടോണ്ടിരിക്കണ ഉണ്ണിക്കും കരുണയ്ക്കും ദുർഗയ്ക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവർ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഞങ്ങളിതൊന്നും അനുവദിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, അതിന് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ണേട്ടൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണേന് നിങ്ങളത് എതിർക്കണേ, എന്തിനാ, ആർക്കും എതിർക്കാനുള്ള ഒരു അധികാരവും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ മഞ്ജു തിരിച്ച് മേഘനാഥൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ ഉണ്ണിക്കും കരുണയ്ക്കും ഒന്നും അതൊട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ കരുണ പ്രതാപനെ വിളിച്ചിട്ട് വിവരങ്ങൾ പറയുന്നുണ്ട്. അച്ഛാ, ഇങ്ങനെ ആ കണ്ണച്ചാറ് എല്ലാ സ്വത്തുക്കളും ആ ലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു. ഇന്ന് മഞ്ജുവിനെയൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങളോട് എല്ലാവരോടുമായിട്ട് അയാളത് പറഞ്ഞു. അതെങ്ങനെയെങ്കിലും തടയണം അച്ഛാന്ന് പറയണു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, മോള് സമാധാനമായിട്ടിരിക്കുക, ഒരു കാരണവശാലും ആ സ്വത്തുക്കൾ അവൾക്ക് കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. സ്വത്തുക്കൾ അവൾക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവനെയും അവളെയും ഞങ്ങൾ തീർത്തിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ കുറേ നാളായല്ലോ പറയണു, പല പ്രാവശ്യവും അച്ഛനും മേഘേട്ടനും അമ്മാവനും കൂടെ കൂടി ഞങ്ങളെല്ലാവരെയും മോഹിപ്പിച്ചു, അവസാനം നിരാശ തന്നെയാണ് ഫലം. ഓരോ അപകടം കഴിയുമ്പോഴും അവളും അയാളും ചിരിച്ചുകൊണ്ട് തന്നെയാണ് വീട്ടിലോട്ട് കയറി വരുന്നത്. ഓരോ പ്രാവശ്യം തോറ്റ് എനിക്ക് മടുത്തച്ചാന്ന് പറയുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും അതുപോലൊരു തോൽവി ഉണ്ടാവില്ല, ഇതിപ്പോൾ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങണേന്ന് പറയുന്നു. പിന്നീട് നമ്മളുടെ പ്രതാപനും മേഘനാഥനും വാമദേവനും അതുപോലെ ഉണ്ണിയും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്, എത്രയും വേഗം കണ്ണനെയും മഹാലക്ഷ്മിയെ ഇല്ലാതാക്കണം. ആ സമയത്ത് നമ്മളുടെ പ്രതാപനോട് വാമദേവൻ മേഘനാഥനൊന്നും കേൾക്കാണ്ട് പറയുന്നുണ്ട്, അവൻ്റെ അച്ഛനെ നമ്മൾ പറഞ്ഞു വിട്ടതുപോലെ തന്നെ അവനെ നമുക്ക് പറഞ്ഞു വിടണം. അവൻ്റെ അച്ഛനെ പറഞ്ഞു വിട്ടതിൽ ഇതുവരെയും നമ്മളെ ആരും സംശയിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അങ്ങനെ വാമേട്ടൻ ഉറപ്പിക്കുകയൊന്നും വേണ്ട, അവൻ്റെ അച്ഛനെ തീർത്തത് നമ്മളാന്നുള്ള കാര്യം ആ ലക്ഷ്മിക്ക് അറിയാം. അവളതെങ്ങാനും പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയണ ഉണ്ണിയും ദുർഗയും അതുപോലെ മഞ്ജു എല്ലാം നമുക്ക് എതിരാവും. പിന്നെ എൻ്റെ മോൾക്ക് അവിടെ ഒരു സ്ഥാനം പോലും ഉണ്ടാവില്ല എന്ന് വാമദേവനോട് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അത് താൻ പറഞ്ഞത് നേരാ, ആ ലക്ഷ്മി ഇതുവരെയും അത് പറയാണ്ടിരുന്നത് നമ്മുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ്. ഇനിയിപ്പോൾ അവളത് പറയാനും മടിക്കില്ല. ഇതിനു മുമ്പ് അവളെനിക്ക് താക്കീത് ചെയ്തു തരുന്നതാ, ഇനി കണ്ണേട്ടൻ്റെ നേരെ എന്തെങ്കിലും ഒരു ആക്രമണത്തിന് നിങ്ങൾ തയ്യാറായാൽ അന്ന് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതും കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയതും ഞാനാന്നുള്ള സത്യം അവൾ തുറന്നു പറയുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിലൊരു പേടിയുണ്ട്. അതുമാത്രമല്ല വാമേട്ടനെയും അവൾക്ക് സംശയമുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് വാമദേവനൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി വീണ്ടും കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ എത്താണ്. ഈ സമയത്ത് നമ്മളുടെ മാർക്കോയും സാഗറും ഒക്കെ കൂടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവരുടെ പ്ലാൻ ഇനി എന്തായിരിക്കുമോ. എന്തായാലും മഹാലക്ഷ്മി തിരിച്ചു വന്നത് കൊണ്ട് തന്നെ അവരിനി അടങ്ങിയിരിക്കുമെന്ന് തോന്നണില്ല. അതുമാത്രമല്ല കണ്ണൻ സാറാണെങ്കിൽ ഇപ്പോൾ കണ്ണൻ സാറിൻ്റെ സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കുമെന്ന് എല്ലാവരോടും പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ മേഘനാഥനും ആ വാനരനും പിന്നെ ആ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും വെറുതെ ഇരിക്കുമെന്ന് തോന്നണില്ല. എന്തായാലും മഞ്ജുവിനെ വിളിച്ചു ചോദിച്ചാൽ വിവരങ്ങൾ അറിയാമെന്ന് പറയുന്നു. അങ്ങനെ സാഗർ നമ്മളുടെ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. മഞ്ജുവിനെ വിളിച്ചതും മഞ്ജു പറയുന്നുണ്ട്, സാഗറിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ എപ്പോഴും വിളിക്കരുതെന്ന്, ആ ചെകുത്താൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് സാഗർ വിളിച്ചാൽ അതെനിക്ക് പ്രശ്നമാവുമെന്ന് പറയുന്നു. ആ സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട്, ഇനി മഞ്ജു ആരെയെ പേടിക്കണേ, കണ്ണൻ സാർ എന്തായാലും ഈ വിവരങ്ങൾ അറിഞ്ഞാൽ മഞ്ജുവിനെ സ്വീകരിക്കും, പിന്നെ മഞ്ജു പേടിക്കണേ എന്തിനാ, ആ മേഘനെ കളഞ്ഞിട്ട് മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് പോകാൻ പാടില്ല എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഇപ്പം ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോകില്ല, എനിക്ക് കുറച്ച് നാളും കൂടി ഈ മേഘൻ്റെ കൂടെ നിൽക്കണം, അതെൻ്റെ ഏടത്തിയുടെയും ഏട്ടൻ്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താ മഞ്ജു അങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം പണത്തോട് ആർത്തി മൂത്ത ആ മേഘനും മേഘൻ്റെ അച്ഛനും പിന്നെ ആ കരുണേടത്തിയുടെ അച്ഛനും കൂടി ഏട്ടൻ സ്വത്തൊക്കെ ഏടത്തിയുടെ പേരിൽ എഴുതി കൊടുത്തു എന്നും പറഞ്ഞ് അവരെ കൊല്ലാനായിട്ട് തീരുമാനിച്ചേക്കുക. അപ്പോൾ ആ നീക്കം എങ്ങനെയും തടയണമെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ തന്നെ വേണമെന്ന് പറയണു. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, ഇവർക്ക് കിട്ടിയതൊന്നും പോരെ, ഇനിയും മാർക്കോയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടാനാണോ ഇവർ നോക്കണേന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട്, ആ കാര്യം ഞാൻ പറയാൻ മറന്നു, മാർക്കോയുടെ ജീവനും അപകടത്തിലാണ്, എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിനെയും മാർക്കോ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറയണത്. അതുകൊണ്ട് തന്നെ മാർക്കോയെയും തീർത്ത് കളയണം എന്നുള്ള തീരുമാനത്തിലാണ് ഇവർ നിൽക്കണേ. സാഗർ മാർക്കോയോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞുതരുമെന്ന് പറയുന്നു. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, മാർക്കോയെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല, അവനക്ക് നല്ല ദൈവാധീനം ഉള്ളവനാ, അതുകൊണ്ട് തന്നെ അവനെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് നല്ല 8ൻ്റെ പണി തന്നെ അവൻ കൊടുക്കുമെന്ന് പറയുന്നു. പിന്നീട് മഞ്ജു, എന്നാൽ ശരി സാഹിറ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്.
ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട് എന്താണ് അവൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മഞ്ജു പറഞ്ഞ വിവരങ്ങളെല്ലാം സാഗർ മാർക്കോയോട് പറയുന്നുണ്ട്. അത് കേട്ടതും മാർക്കോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് ഇനി എന്തായാലും ആ മേഘനാഥനെ വെറുതെ വിടാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവനെ നമുക്ക് മാനസയുടെ വീട്ടിൽ നിന്നും പൊക്കണം. അതിന് സാക്ഷികളാവാൻ വേണ്ടിയിട്ട് മഞ്ജുവും കണ്ണൻ സാറും അതുപോലെ മഞ്ജുവിൻ്റെ അമ്മയൊക്കെ വേണം. അതിനുള്ള ഏർപ്പാട് എന്താണെന്ന് വെച്ചാൽ സാഗർ എത്രയും പെട്ടെന്ന് ചെയ്തോളാൻ പറയണു. അങ്ങനെ ഇവരൊരു തീരുമാനം എടുക്കുകയാണ്. ഇനിയിപ്പോൾ മാനസയുടെ വീട്ടിൽ മേഘനാഥൻ വരുന്ന സമയത്ത് എല്ലാവരും കൂടി അവനെ കൈയോടുകൂടി പിടിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരാണ്. പിന്നീട് നമ്മളുടെ സാഗർ മഞ്ജുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മേഘനാഥനെ വെറുതെ വിടണ്ടെന്നാണ് മാർക്കോയും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മേഘൻ അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ആ വിവരം മഞ്ജു ഞങ്ങളെ ഒന്ന് വിളിച്ച് അറിയിക്കണം. അത് മാനസയുടെ വീട്ടിലേക്കാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിലിട്ട് അവനെ പരസ്യമായിട്ട് മാനസയുടെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവരാമെന്നൊക്കെ സാഗർ പറയുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് പിടിച്ചിറക്കിയാൽ മാത്രം പോരാ, പിടിച്ചിറക്കണ സമയത്ത് അവനക്കിട്ട് 4 കീറും വെച്ച് കൊടുക്കണം എന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട് അതൊക്കെ മാർക്കോ ചെയ്തോളും. എന്തായാലും മഞ്ജു അവനെങ്ങോടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വിളിച്ച് വിവരം അറിയിച്ചാൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ വീട്ടിലോട്ട് വന്ന് കയറുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനെ കാണുമ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പം കളം മാറി ചവിട്ടുവാണല്ലോടി, നീ ആ കണ്ണനും മഹാലക്ഷ്മിക്കും സപ്പോർട്ടായിട്ടാണല്ലോ എപ്പോഴും സംസാരിക്കണേ. ഉണ്ണി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കണ്ണൻ മഹാലക്ഷ്മിക്ക് സ്വത്തൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായിരുന്നു എന്ന്, നീ എന്താടി ഇപ്പം ഇങ്ങനെ പെരുമാറണേന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടല്ല ജീവിക്കേണ്ടത്. അവനവൻ അധ്വാനിച്ച് സ്വത്തുണ്ടാക്കണം, അല്ലാതെ ഓരോരുത്തരെ കൊന്നുണ്ടാക്കണ സ്വത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഏട്ടനെയും ഏടത്തെയും കൊല്ലാനായിട്ട് നിങ്ങൾ നോക്കി. അത് മാത്രമല്ല ഏട്ടത്തി തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. അന്ന് നീയും ഉണ്ടായിരുന്നില്ലേടി ആഘോഷിക്കാമെന്ന് വെച്ചപ്പോൾ ഞാനന്ന് ഉണ്ടായിരുന്നു, എനിക്കന്ന് അതിനുള്ള ബോധം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഒരാളെ കൊന്നിട്ട് കിട്ടുന്ന സ്വത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കാത്തതെന്ന് പറയുന്നു. ആ സമയത്ത് സീമന്തിനി അങ്ങോട്ട് വരുന്നുണ്ട്. സീമന്തിനി മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ കണ്ണൻ സ്വത്തൊക്കെ അവൾക്ക് എഴുതി കൊടുക്കാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇനി എന്തെങ്കിലും മുതൽ അവിടെ നിന്ന് കിട്ടുമോ എന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടതല്ല, എൻ്റെ ഏട്ടൻ എപ്പോഴാണെങ്കിലും തരും, ഇപ്പോൾ ചോദിച്ചാലും എനിക്ക് എൻ്റെ ഏട്ടൻ തരും. എനിക്കത് നല്ല ഉറപ്പുള്ള കാര്യമാണ്. ചെറുതിലേ മുതൽ എനിക്ക് എൻ്റെ ഏട്ടനെ അറിയാവുന്നതാണ്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും കല്യാണത്തിന് പങ്കെടുക്കുമോ എന്തെങ്കിലും സ്വർണം തരുമോ ഒന്നും ചെയ്യാണ്ടിരുന്നത്. അതുമാത്രമല്ല നിങ്ങൾ സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം എടുത്തിട്ട് അതവിടെ തിരിച്ചു വെപ്പിക്കുകയും ചെയ്തില്ലേ, എന്നിട്ട് നീ അവനെയും അവളെയും സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ മേഘേട്ടന് വിവാഹം കഴിക്കണതിൻ്റെ എതിർപ്പ് കൊണ്ടല്ലേ, അതിന് മേഘന എന്ത് കുഴപ്പമുണ്ടായിട്ട് അടി കണ്ണൻ വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം കുഴപ്പങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, അത് പതിയെ പതിയെ എല്ലാവർക്കും മനസ്സിലായിക്കോളൂ എന്ന് മഞ്ജു പറയുന്നു. അത് കേട്ടതും മേഘന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി നീ ഇങ്ങനത്തെ സംസാരങ്ങൾ തുടങ്ങിയിട്ട്, ഞാനത് ശരിയാവും എന്ന് വിചാരിക്കുമ്പോൾ കൂടി പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് മഞ്ജു ഒന്നും മിണ്ടണില്ല, ഇങ്ങനെ മോഹം വീർപ്പിച്ച് നിൽക്കുമ്പോൾ മേഘനാഥൻ മേളിലോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ മഞ്ജു കിടക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ വ്രതം തീരാറായോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ വ്രതം തീരാറായിട്ടില്ല, തീരുമ്പോൾ ഞാൻ പറയാമെന്ന്. അതെന്നാടി തീരണം, ഇനിയിപ്പോൾ വർഷങ്ങളോളം നീ വ്രതത്തിലായിരിക്കുമെന്ന് ചോദിക്കണു. അതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ വ്രതം ഞാൻ അന്ന് അവസാനിപ്പിക്കും. ഇത് കേട്ടതും നമ്മളുടെ മേഘനാഥന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് എന്നാൽ നീ ഇവിടെ വ്രതവും പറഞ്ഞുകൊണ്ടിരുന്നു എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ തന്നെ മഞ്ജുവിന് സംശയം തോന്നുന്നുണ്ട് മേഘനാഥൻ മാനസയുടെ വീട്ടിലേക്കാണോ പോയേക്കണേന്ന്. അതുകൊണ്ട് തന്നെ മഞ്ജു അപ്പോൾ തന്നെ ഫോൺ എടുത്ത് സാഗറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ മേഘൻ ഇവിടുന്ന് പോയിട്ടുണ്ട്, മിക്കവാറും അയാൾ പോയിരിക്കുന്നത് ആ മാനസയുടെ വീട്ടിലേക്കായിരിക്കും, ഇന്ന് തന്നെ അവനെ കൈയോടുകൂടി പിടിക്കണമെന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യാം, മഞ്ജു തൽക്കാലം ഫോൺ വെക്കുമെന്ന് പറയുന്നു. അങ്ങനെ സാഗർ മാർക്കോയോട് വിവരങ്ങൾ പറഞ്ഞു കഴിയുമ്പം മാർക്കോ കണ്ണന് ഫോൺ ചെയ്യുന്നുണ്ട്. കണ്ണൻ ഫോൺ എടുത്തതും എന്താ മാർക്കോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ സാറും മഹാലക്ഷ്മിയും അതുപോലെ കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മയും കൂടി എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തണം, ഞാൻ ലൊക്കേഷൻ സാറിൻ്റെ ഫോണിലേക്ക് ഇട്ട് തരാം. എന്താ മാർക്കോ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം, സാറ് വരുമ്പം അനന്ത് സാറിനെയും കൂടെ കൂട്ടിക്കുമോ എന്ന് പറയണു. അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മാർക്കോയെ വിളിച്ച് നമ്മളോട് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷൻ എൻ്റെ ഫോണിലേക്ക് ഇട്ട് തരാമെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ രണ്ടാനമ്മേനെയും കൊണ്ടുപോയി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെന്തിനായിരിക്കും കണ്ണേട്ടാന്ന്. അതൊന്നും മാർക്കോ പറഞ്ഞില്ല, അവിടെ ചെല്ലുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി റെഡിയായി വന്നിട്ട് ദുർഗയോടും പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഒരു സ്ഥലം വരെ വന്നെന്ന്. അങ്ങനെ ദുർഗയും ഇവരുടെ കൂടെ കാറിൽ കയറി പോണ സമയത്ത് അനന്തുവിനെയും ലേഖേനെയും കണ്ണൻ വിളിച്ച് വിവരം പറയുന്നുണ്ട്. അപ്പോൾ അനന്തും ലേഖയും ലൊക്കേഷൻ ഇട്ട് തന്നാൽ മതി, ഞങ്ങളങ്ങോട്ട് വന്നോളാന്ന് പറയണു. അങ്ങനെ കണ്ണൻ അവർക്കും ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ദുർഗ കണ്ണനോട് ചോദിക്കുന്നുണ്ട് നമ്മളെങ്ങോട്ടാണ് മോനെ പോണേന്ന്. അതൊക്കെ പറയാം, അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നു പറയണു. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ സാഗറാണെങ്കിൽ
മാനസയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അവിടെ നമ്മളുടെ മേഘനാഥൻ്റെ കാറും മാനസയുടെ വീടിൻ്റെ പോർച്ചിൽ കിടക്കുന്നുണ്ട്. ഈ സമയത്ത് മാർക്കോ സാഗറിന് ഫോൺ ചെയ്തിട്ട് അവൻ അവിടെ തന്നെ ഇല്ലേന്ന് ചോദിക്കുമ്പം ഉണ്ട് മാർക്കോ, അവനിവിടെ തന്നെയുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളിവിടെ എത്താൻ നോക്കുമെന്ന് പറയണു. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് കണ്ണൻ സാർ എല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട്, 5 മിനിറ്റിനുള്ളിൽ അവരെല്ലാവരും അവിടെ എത്തും, ഞാൻ എല്ലാവർക്കും ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയണു. അപ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് മാർക്കോ വരില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ദേ എത്തി, ഞാൻ വന്നുകൊണ്ടിരിക്കുവാന്ന് പറയണു. അങ്ങനെ ആദ്യം തന്നെ നമ്മളുടെ മാർക്കോ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട് നീ എന്തായാലും വെട്ടത്ത് നിൽക്കണ്ട, നീ കുറച്ച് മാറി നിന്നോ, നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണൻ സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പറയണു. എന്നാൽ ഞാൻ മാറി നിന്നോളാന്ന് പറഞ്ഞ് സാഗർ അങ്ങോട്ട് മാറി പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മളുടെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ അങ്ങോട്ട് ചെല്ലുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താ മാർക്കോ ഇവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിക്കുമ്പം അതൊക്കെ പറയാം സാർ, ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നും പറഞ്ഞ് മാർക്കോ വീൽ ചെയർ എടുത്തുകൊണ്ടുപോയി കണ്ണന് കൊടുത്ത് കണ്ണനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വീൽ ചെയറിലോട്ട് ഇരുത്തുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.